എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു റെഡിമെയ്ഡ് മോഡൽ ഷർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇത് ചെസ്റ്റ് അളവ് 40 ഇഞ്ചാണ്. ഇതിൽ തുണിയുള്ളത് 1,60 വീതി വന്നിട്ട് 58 ഇഞ്ചുണ്ട്. ഇത് ഇതുപോലെ ചെക്കാണ്. നമ്മളതിൻ്റെ അടിവശത്തു നിന്നാണ് ഇത് മാർക്ക് ചെയ്യുന്നത്. ആദ്യം നമുക്കിവിടെ മുകൾ വശം ഒന്ന് സ്ട്രൈറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു 3/4 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇത് വന്നിട്ട് ക്യൂബൻ കോളറാണ് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് പട്ടി സെപ്പറേറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു 3/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്താൽ മതി. തയ്യത്തുമ്പോൾ 1/2 ഇഞ്ച് മതി. പക്ഷേ ഇവിടെ കരയുള്ളത് കൊണ്ടാണ് ഞാൻ 1/4 ഇഞ്ച് അധികം മാർക്ക് ചെയ്തത്. ഇനി നമുക്കിതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇറക്കം 29 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റിന് വിട്ടിട്ട് 29.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് നമുക്ക് തയ്യത്തുമ്പോൾ മതി. അപ്പോൾ ഇതിൻ്റെ കൈ ലൂസ് 17.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 8.75 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഈ മാർക്കിൽ നിന്ന് ഇതുവരേക്കും അളക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ എടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്കിതിൻ്റെ ഷേപ്പ് കൊടുക്കണം. അതുപോലെ ഷോൾഡർ സ്ലോപ്പ് ഒരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇതൊന്ന് നേരെ വരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ കഴുത്ത് വണ്ണം 16 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 5-1 ഭാഗം ഏകദേശം 3.25 ഇഞ്ച് വരും. അതിങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് വന്നിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതായത് ഒരു 3/4 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യുക. നമ്മൾ സാധാരണ ഷർട്ടിന് 3.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഇറക്കം 4 ഇഞ്ച് കുറച്ചാണ് മാർക്ക് ചെയ്യാറ്. ഇതൊരു 3/4 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഷോൾഡർ 19.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 9.25, ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ്, അങ്ങനെ 10.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് ഇതിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ട് 9.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ കഴുത്ത് നമുക്ക് ഇതേപോലെ ഒരു ചെറിയ ഷേപ്പ് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കായിരിക്കും ഭംഗി. ഇതേപോലെ വരച്ചെടുക്കുക. ഇനി ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് വന്നിട്ട് 40 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 ഭാഗം 10 ഇഞ്ച്, ഒരു 2 ഇഞ്ച് ലൂസിന് കൊടുക്കാം. 3/4 ഇഞ്ച് തയ്യത്തുമ്പ്. അപ്പോൾ ആകെ 12.25 ഇഞ്ച് ഇടുക. ഇതൊരു മീഡിയം ലൂസ് വരും. ഇവിടെ നമുക്ക് അതിന് ഒരു 1/2 ഇഞ്ച് കുറച്ച് കൊടുത്താൽ മതി. 12.25 ഇഞ്ച്. ഇവിടെ വീണ്ടും 12.25 ഇഞ്ച് തന്നെ കൊടുക്കാം. ഇനി ഇവിടെ ആം ഹോൾ വരയ്ക്കാം. ഇവിടെ ഒരു 2 ഇഞ്ച് ഷേപ്പ് കൊടുക്കാം. ഇത് വി കട്ട് എന്ന് പറയും, ലിബർട്ടി എന്നൊക്കെ പറയും. ഏകദേശം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് എടുത്താൽ മതി. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നൊരു ഷേപ്പ് കൊടുത്താൽ മതി. ഇതുപോലെ ചെറിയൊരു ഷേപ്പ് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നേരെ തിരിച്ചിട്ടിട്ട് ഈ 12.25 നിന്ന് 1 ഇഞ്ച് കുറയ്ക്കുക. 11.25 ഇഞ്ച് വീതി ഇട്ടിട്ട് മടക്കിയെടുക്കുക. അതിനുശേഷം ഇതേപോലെ വയ്ക്കുക. ഇവിടെ 1 ഇഞ്ച് വ്യത്യാസം വേണം. ഇവിടെ നമുക്കൊരു 3 ഇഞ്ച് എക്സ്ട്രാ വയ്ക്കുക. നമ്മളൊരു ഷോൾഡർ എക്സ്ട്രാ കട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഉള്ളിലാണ് കൊടുക്കുന്നത്.
പുറത്ത് വന്നിട്ട് നമുക്ക് സ്ട്രൈറ്റ് ലൈൻ തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ നെക്ക് 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുക, ഇങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ കഴുത്ത് വരയ്ക്കുക. അതിനുശേഷം ഇവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുവരെ ഒന്ന് കട്ട് ചെയ്യാം. അതിനുശേഷം ഇതിങ്ങനെ മടക്കിയെടുക്കുക. മടക്കിയെടുത്തിട്ട് ഇവിടെ ഇതേപോലെ കട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇതേപോലെ ബാക്ക് കട്ട് ചെയ്യുക. അതിനുശേഷം ഇതിനൊപ്പം കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള തുണിയിൽ നിന്ന് നമുക്ക് ആദ്യം സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ഇതേപോലെ 4ആയിട്ട് മടക്കിയെടുക്കുക. നമുക്ക് സ്ലീവിൻ്റെ ലൂസ് വേണ്ടത് 8.25 ഇഞ്ചാണ്. അപ്പോൾ അത് കൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ ചേർത്തിട്ട് 9.25 ഇഞ്ചിൽ മടക്കിയെടുക്കുക. ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കുക. 40 ഇഞ്ചിൻ്റെ 8 ഭാഗം മൈനസ് 1/2 ഇഞ്ച്, 4.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. 9.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ ഇറക്കം വന്നിട്ട് 25 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ കൈയിൻ്റെ വീതി 3 ഇഞ്ചാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ 3 ഇഞ്ച് ഇവിടെ വയ്ക്കുക. അതിനുശേഷം 25 ഇഞ്ച് വയ്ക്കുക. ഒരു 3/4 ഇഞ്ച് തയ്യത്തുമ്പ് വയ്ക്കുക. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കൈയിറക്കം കറക്റ്റായിട്ട് കിട്ടും. ആദ്യം കഫിൻ്റെ വീതി എത്രയെന്ന് തീരുമാനിക്കുക. കൈയിൻ്റെ ഇവിടുത്തെ ലൂസ് ആകെ 6 ഇഞ്ച് വെച്ചാൽ മതി. അതിനുശേഷം ഈ മുകളിലേക്ക് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചെരിച്ച് വരയ്ക്കുക. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നേരെ വരയ്ക്കാം. അതിനുശേഷം ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഷേപ്പ് വരയ്ക്കാം. ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടെ സെൻറ്ററിൽ നിന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇതിന്ന് 2 പീസ് എടുക്കുക. എന്നിട്ട് ഈ കുഴിച്ച് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യാം. ഇനി നേരെ ഇത് തിരിച്ചിടുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കുക. ഇവിടെ നമുക്ക് 1 ഇഞ്ചിൻ്റെ വ്യത്യാസം വരണം. ഇനി ഇവിടെ ഇങ്ങനെ നഖം കൊണ്ട് വരച്ചിട്ട് തിരിച്ച് വയ്ക്കുക. അതിനുശേഷം ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് നിവർത്തിയിട്ടിട്ട് ഇതുവരെ കട്ട് ചെയ്യും. അല്പം ഇതേപോലെ ചെരിച്ച് കട്ട് ചെയ്താൽ നമുക്കിവിടെ സ്ലീവ് പട്ടി തയ്ക്കാൻ എളുപ്പമായിരിക്കും. ഇനി ഇതേപോലെ ബാക്കി പീസ് 2ആയിട്ട് മടക്കിയിടുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സെപ്പറേറ്റ് പീസ് കട്ട് ചെയ്യണം. അത് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് തയ്യത്തുമ്പാണ് വേണ്ടത്. ഈ തയ്യത്തുമ്പിനൊപ്പം ഇത് വയ്ക്കുക. അതിനുശേഷം ഇത് മാറ്റി വെച്ചിട്ട് ഇവിടെ ഒരു 2 ഇഞ്ച് വീതി വെച്ചാൽ മതി. ഇവിടെ വരുമ്പോൾ ഒരു 3 ഇഞ്ച് വയ്ക്കുക.
അപ്പോൾ ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ ഒരു 7 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് ഒരു ഷോൾഡർ കട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കോളർ വന്നിട്ട് നമുക്ക് ബോഡി അടിച്ചതിന് ശേഷം കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ തയ്ക്കുന്ന വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.